അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമുത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യനായ അധ്യക്ഷൻ, വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഹുസൈൻ കാവനൂർ, സ്വാഗത ഭാഷണം നിർവഹിച്ചിട്ടുള്ള റഷീദ് മാസ്റ്റർ, ഈ പ്രോഗ്രാമിലെ മുഖ്യാതിഥി MAMO കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സാജിദ് ഇ.കെ., ആശംസകൾ നടന്നുകൊണ്ട് സംസാരിക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് സാർ, സ്റ്റുഡൻസിൻ്റെ സെക്രട്ടറി മുഹമ്മദ് ബിൻ അലവി, നാർപുരത്തിൻ്റെ എഡിറ്റർ ഉസ്മാൻ പാലക്കാഴി, വളരെയേറെ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, അധ്യാപകന്മാരെ, ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചുകല പ്രതിഭകളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മിൽ വർഷിക്കുമാറാകട്ടെ. വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കലാപ്രതിഭകൾ അവരുടെ സർഗവിരുന്ന് അതിനുവേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും വർദ്ധിച്ച തോതിലുള്ള സന്തോഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വീട്ടിലൊരു കല്യാണം വരുമ്പോൾ ആ കല്യാണത്തിന് ആരാണോ വിവാഹിതരാകുന്നത് അവിടുത്തെ ആണിനും പെണ്ണിനും മാത്രമല്ല, ദമ്പതികൾക്ക് മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾക്കും കുടുംബ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും സ്നേഹിതന്മാർക്കുമെല്ലാം സന്തോഷമുണ്ടാകാറുണ്ട്. അതേ പ്രകാരം ഈ ഒരു കലാവിരുന്നിൽ പങ്കെടുക്കുന്ന പ്രതിഭകളായ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അധ്യാപകന്മാർക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘാടകർക്കും നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കുമെല്ലാം വളരെയധികം നിറഞ്ഞ സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത്. തീർച്ചയായും ആ സന്തോഷം അതിൻ്റെ ഏറ്റവും മൂർധന്യതയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭത്തിൽ, അതിൻ്റെ നിമിഷം നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ സുദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അപ്രകാരം സംസാരം മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സന്തോഷത്തിന് അത് വിഘാതമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദ്യാർത്ഥികളോട് ഞാൻ ചെറിയൊരു കാര്യം മാത്രം ചോദിച്ചോട്ടെ. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നവരാണല്ലോ, ആലോചിക്കുന്നവരാണല്ലോ, പഠിക്കുന്നവരാണല്ലോ. ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ എത്ര കോടി ജീവജാലങ്ങളുണ്ട്? എത്ര തരം ജീവജാലങ്ങളുണ്ട്? ചോദ്യം മനസ്സിലായില്ലേ? എത്ര കോടിയുണ്ട്? എന്തേ സംശയം? എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്നാണോ? ശരിയായിരിക്കാം അല്ലേ? ഏതായിരുന്നാലും 87 ലക്ഷം തരത്തിലുള്ള സൃഷ്ടിജാലങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ തന്നെ ഓരോ തലത്തിലുമുള്ളത് കോടിക്കണക്കിനുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണപ്പെടുത്തി പറയാൻ കഴിയാത്ത വിധം, തിട്ടപ്പെടുത്തി പറയാൻ കഴിയാത്ത വിധം അത്രയും ജീവിവർഗങ്ങൾ, അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിലുണ്ട്. ഈ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പദവി, സ്ഥാനം അലങ്കരിക്കുന്നതാരാ? മനുഷ്യനാണ്. അതിൽ സംശയമുണ്ടോ? സംശയമല്ല.
എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ജീവി മനുഷ്യനാണോ? പിന്നെ ആരാ? നമ്മുടെ തലക്ക് മുകളിലൂടെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന കഴുകന്മാർക്ക് നമുക്കുള്ള കാഴ്ചശക്തിയുടെ ഒരു 4 ഇരട്ടി 5 ഇരട്ടി ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്ന് മാത്രമല്ല, ആകാശസീമകളിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ചില കൊച്ചു കുരുവികൾക്ക് ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കുന്ന വിരകളെ ദർശിക്കുവാനുള്ള കഴിവുകളുണ്ട് എന്നാണ് പക്ഷിശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ കേൾവി ശക്തിയുള്ള ജീവി മനുഷ്യനാണോ? ആണോ? പൂച്ചയുടെ കേൾവി നമുക്കുണ്ടോ? മത്സ്യത്തിൻ്റെ കേൾവി നമുക്കുണ്ടോ? ഡോൾഫിനുകളുടെ കേൾവി നമുക്കുണ്ടോ? ഏറ്റവും കൂടുതൽ മണത്തറിയാൻ കഴിവുള്ള ജീവി മനുഷ്യനാണോ? ആണോ? മണത്തറിയുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്നത് ആരെയാണ്? കൂടുതൽ നന്നായി അറിയുന്നതിന് വേണ്ടി നാം ആരെ ഉപയോഗിക്കുന്നത്? നായയെ. അല്ലേ? അല്ലേ? ഒരു മനുഷ്യൻ്റെ നാസികയുടെ മൂക്കിൻ്റെ തുഞ്ചത്ത് മണത്തറിയാൻ സഹായിക്കുന്ന 50 ലക്ഷം രാസാഗ്രാഹികളുണ്ട് എന്നാണ്. എന്നാൽ ഒരു നായയുടെ നാസികയുടെ തുഞ്ചത്ത് ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ മാത്രം 40 ലക്ഷം രാസാഗ്രാഹികളുണ്ട്. ഒരു സ്രാവിൻ്റെ മൂക്കിൻ്റെ തുഞ്ചത്ത് മണത്തറിയാൻ സഹായിക്കുന്ന രാസാഗ്രാഹികൾ ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ മാത്രം 20 ലക്ഷമുണ്ട് എന്നാണ്. ഒരു കരടിക്ക് 32 കിലോമീറ്റർ അപ്പുറമുള്ള ഗന്ധം പിടിക്കുവാനുള്ള ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കായിക ബലമുള്ള ജീവി മനുഷ്യനാണോ? ആണോ? ആനയെ പരാജയപ്പെടുത്താൻ സിംഹത്തെ, നരിയെ, പോത്തിനെ, കാട്ടുപോത്തിനെ നമുക്ക് സാധ്യമാണോ? ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കാൻ കഴിവുള്ള ജീവി മനുഷ്യനാണോ? ആണോ? ഒരാനക്ക് എത്ര വഹിക്കാൻ കഴിയും? 8 ടൺ, 8-9 ടൺ വരെ ഒരു ആനക്ക് ഭാരം വഹിക്കാൻ കഴിയുന്ന. അതൊന്നും വേണ്ട, ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന ഉറുമ്പില്ലേ, ആ ഉറുമ്പിന് അതിൻ്റെ ഭാരത്തിൻ്റെ 50 മടങ്ങ് വഹിക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ ഭാരത്തിൻ്റെ 1000 മടങ്ങ് വരെ വഹിക്കാൻ സാധിക്കുന്ന ജീവികളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്നിരിക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ കഴിവുകളുള്ള ഒട്ടധികം ജീവി വർഗങ്ങളുണ്ട് എന്ന് ഇവിടെ കാര്യകാരണ സഹിതം സാക്ഷ്യപ്പെടുത്തിയിരിക്കെ എന്തുകൊണ്ട് മനുഷ്യൻ ഉത്കൃഷ്ടമായ സ്ഥാനം അലങ്കരിക്കുന്നതിന് അർഹത നേടി? ചുരുക്കത്തിൽ അവന് നൽകപ്പെട്ടിട്ടുള്ള ബുദ്ധിശക്തിയാണ്, ചിന്താശക്തിയാണ്, വിവേചന ശേഷിയാണ്, മറ്റു മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ള സർവസിദ്ധികളെയും മറികടക്കാൻ സാധിക്കുന്ന അനിതരമായ ബുദ്ധിശക്തി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്നതാണ് മനുഷ്യൻ ആദരണീയമായ സ്ഥാനം നേടുവാനുള്ള അർഹനായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തു വേണം? നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ കഴിവ് നാം ശരിയാം വിധം ഉപയോഗിക്കണം. കണ്ണുകൊണ്ട് മൃഗങ്ങൾ കാണുന്നതിനപ്പുറം കാണണം, മൃഗങ്ങൾ കേൾക്കുന്നതിനപ്പുറം നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കണം, നമ്മുടെ ബുദ്ധി കൊണ്ട് ശരിയാം വിധം ചിന്തിക്കാൻ കഴിയണം. ആ ചിന്തക്ക് തിരികൊളുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഭാസംഗമം എന്ന് പറയുന്നത്, സർഗവസന്തം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സർഗസിദ്ധി ഏറ്റവും ഉദാത്തമായ, ഉത്കൃഷ്ടമായ, ഉന്നതമായ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സർഗവസന്തം സംസ്ഥാന സമിതി, വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓരോ വർഷവും നടത്തി വരുന്നത്. നല്ലതും പറയാൻ, നല്ലതും ചിന്തിക്കാൻ, നന്മയിലൂടെ നടക്കാൻ, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും നന്മയുടെ വെളിച്ചം പകർന്നു കൊടുക്കാൻ. ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ട്? എത്ര കോടി മനുഷ്യരുണ്ട്? 800 കോടി മനുഷ്യരുണ്ട്. ഇന്ത്യയിൽ 144 കോടി മനുഷ്യരുണ്ട്. കേരളത്തിൽ 3.5-3.25 കോടി മനുഷ്യരുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, 80 കോടി മനുഷ്യർക്കും നൽകാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷ്യവിഭവം നിങ്ങളുടെ അടുത്തുണ്ടോ? നിങ്ങൾക്കൊരിത്തിരി പായസം ഉണ്ടാക്കിയിട്ട് 80 കോടി മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? വേണ്ട. ഇന്ത്യയിലുള്ള 144 കോടി മനുഷ്യർക്ക് മിഠായി വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? വേണ്ട. നമ്മുടെ കൊച്ചു കേരളത്തിലെ 3.5 ലക്ഷം അല്ലെങ്കിൽ 3.25 കോടി എന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും ചെറിയ, വളരെ നിസ്സാരമായ ഒരു ധാന്യമണിയെങ്കിലും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകുമോ? കഴിയോ?
ഇല്ല അല്ലേ? എന്നാൽ നമ്മുടെ പ്രതിഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ സർഗസിദ്ധിയിലൂടെ എന്ത് സാധ്യമാകും? ലോകത്തുള്ള വ്യത്യസ്തമായ മേഖലകളിൽ ജീവിക്കുന്ന ഒരു പക്ഷേ 800 കോടി എന്ന് പറഞ്ഞാൽ തന്നെയും തെറ്റില്ലാത്ത വിധം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകും. നമ്മുടെ കഥകളിലൂടെ, കവിതകളിലൂടെ, ലേഖനങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ അത് ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ മേഖലയിലേക്ക് വഴി തെളിയിക്കുന്നതാണെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ അനേകായിരം കോടി മനുഷ്യർക്ക് നന്മയുടെ വസന്തം പകരാൻ നമുക്ക് സാധ്യമാകും. അതിന് നിങ്ങൾക്ക് സാധ്യമാകുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.